ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയലിൻ ക്ലാസ്സസ് ഫോർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്ട്രിങ് ക്രോസിങ്സ് ഉണ്ടല്ലോ. നമ്മൾ ഒരു സ്ട്രിങ്ങിൽ നിന്ന് അടുത്ത സ്ട്രിങ്ങിലോട്ട് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ പല ക്ലാസ്സുകളിലും നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു സ്ട്രിങ്ങിനെ വായിക്കുമ്പോൾ മറ്റൊരു സ്ട്രിങ്ങിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പം അതിന് കുറേ സ്ട്രിങ് എക്സസൈസുകളുണ്ട്. നമ്മൾ ഓപ്പൺ സ്ട്രിങ് എക്സസൈസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഫോർത്ത് സ്ട്രിങ്ങിന് ഈ സ്ട്രിങ്ങിലോട്ട് പോകുന്നതും തേർഡിൽ നിന്ന് ഇയിലേക്ക് പോകുന്നതും അതുപോലെ സെക്കൻഡിൽ നിന്ന് ഫോർത്തിലോട്ടും ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സസൈസാണ്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ കാണിച്ചു ചെയ്ത് എങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വയലിൻ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളൊരു സ്ട്രിങ്ങിനെ ക്രോസ് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ നമ്മൾ ജി സ്ട്രിങ്ങിന് വായിക്കുമ്പോൾ നമ്മൾ ജി സ്ട്രിങ്ങിൽ കറക്റ്റ് നമ്മുടെ ബോ കറക്റ്റ് നമ്മൾ ഇരിക്കുന്നത് എപ്പോഴും നമ്മൾ സ്ട്രൈറ്റ് ലെവലായിരിക്കണം. നമ്മൾ ജസ്റ്റ് ആ സ്ട്രിങ്ങിൽ വെച്ചിട്ട് ജി സ്ട്രിങ്ങിൽ വെച്ചിട്ട് നമ്മൾ നേരെ എടുത്തിട്ട് നേരെ ഫസ്റ്റ് സ്ട്രിങ്ങിലോട്ട് പോകുക. സെയിം ഒരു 4-5 ടൈംസ് നമ്മൾ ചെയ്യാം. പ്ലേ ചെയ്യണ്ടല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ബാലൻസിങ്ങിന് വേണ്ടിയാണ്, നമ്മുടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്ട്രിങ്ങിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയ എക്സസൈസാണ്. ഇത് പതിയെ ആദ്യം ചെയ്യാം. അത് കഴിയുമ്പം ഇത് സ്പീഡ് കൂട്ടുക. ഓക്കെ, ഈ എക്സസൈസ് ഒരു 1 ഡേ ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക. ഒരു 1 ഡേ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ബാലൻസ്ഡ് ആയി, അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ വേറെ സ്ട്രിങ്ങിൽ ടച്ച് ചെയ്യാതെ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാം. ഇതും ഓപ്പോസിറ്റ് നിങ്ങൾക്ക് ചെയ്യാം. അത് കറക്റ്റ് ഫ്രീക്വൻസിയിൽ ചെയ്യുക. കറക്റ്റ് ആ ഒരു വേവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമുക്ക് തേർഡും നമുക്ക് അതുപോലെ തേർഡും ഫസ്റ്റും ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ നമ്മൾ സെക്കൻഡും തേർഡും ആഡ് ചെയ്യാം, സെക്കൻഡും ഫോർത്തും ചെയ്യാം, അങ്ങനെ മാറി മാറി ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസിങ് കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എ മേജർ സ്കെയിലാണ്. നമ്മളിപ്പോൾ എ മേജർ വായിച്ചു, 2 സ്ട്രിങ് 2 ഒക്ടേവിലും വായിച്ചു. ഇപ്പം നമ്മളിപ്പോൾ എ മേജറിൻ്റെ അത് തന്നെ എ മേജറിൻ്റെ ആർപിജിയോസ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ക്രോസിങ് അതിൻ്റെ അകത്ത് വരും. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ക്രോസിങ് എക്സസൈസുകൾക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട എക്സസൈസ് ഈ ആർപിജി ആണ്. അത് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം എ പിടിക്കുക, നമ്മുടെ ഫോർത്ത് സ്ട്രിങ്ങിൽ എ, ദെൻ തേർഡ് ഫിംഗർ സി ഷാർപ്പുക. ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഫോർത്ത് സ്ട്രിങ്ങിലാണ്, ജി സ്ട്രിങ്ങിൽ. പിന്നെ ഡി സ്ട്രിങ്ങിൽ ഇ വക. അപ്പം 3 നോട്ട്സ് അവിടെ കഴിഞ്ഞു. അടുത്ത അതേപോലെ തന്നെ എ സ്ട്രിങ്ങിൽ എ സി ഷാർപ്പ് ഇ, പിന്നെ എ. കണ്ടോ? അപ്പം ഇതുവരെ നമ്മൾ ഏകദേശം 4 സ്ട്രിങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ റിവേഴ്സും പോകാം. ഉണ്ടാവും. ഇത് ഗ്രാജുവലി സ്പീഡപ്പ് ആക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് സ്ലറിങ് ആക്കാം. 3 നോട്ടിന് ഒരു ബോൾ കാണും. അങ്ങനെ ഒരു ബോ, അടുത്ത ബോ. ഇത് ഫാസ്റ്റ് ആക്കി ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിനെ 6 നോട്ടിന് ഒരു ബോയിലാകാം. ഇങ്ങനെയാക്കുമ്പോൾ നമുക്ക് ഈ ഒരു 2 പാറ്റേൺ നമ്മൾ പഠിക്കുകയും ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ക്രോസിങ്ങിൻ്റെ ആ ഒരു പ്രോബ്ലംസും ഒരു 95% മാറി കിട്ടും. അപ്പം ഇത് നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ സ്കെയിൽ എക്സസൈസുകളിലൂടെ നമുക്ക് നമ്മുടെ
നമ്മുടെ പ്ലേയിങ് ലെവൽസ് മാറ്റാൻ പറ്റും. അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ എക്സസൈസാണ്, ഏകദേശം ഒരു 4 minutes 30 സെക്കൻഡുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു എക്സസൈസ് മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ പഠിപ്പിച്ച ഈ എക്സസൈസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു 1 month പ്രാക്ടീസ് ചെയ്യുക. നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം ചുമ്മാ എടുത്തിട്ടൊന്ന് വായിച്ചാൽ പോരാ, നല്ലോണം ടൈം എടുത്തൊരു ഹാഫ് ആൻ അവർ എടുത്ത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാവും. ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.